സാർ പാല്. ആ ഓ വേണ്ട. ബദാം പരിപ്പ് കലക്കിയതാ. ഓ ഇവിടെ മനുഷ്യന്റെ പരിപ്പിളയിരിക്കാണ്, അതിനിടയിലാണ് അവളുടെ ഒരു ബദാം പരിപ്പ്. സാറിനിത് പതിവുള്ളതല്ലേ? പതിവില്ലാത്ത പലതും നടന്നു. ഓ കൊണ്ടുപോടി. ആ വന്നേ എന്താ ആദ്യമേ എന്താച്ചാ? മോൾ ഇത് കൊണ്ടുപോയി ആ അർജുനന് കൊടുക്ക്. എനിക്കൊന്നും പറ്റില്ല. അച്ഛന് നടക്കാൻ തീരെ വയ്യാഞ്ഞിട്ടില്ലേ മോളെ? എന്റെ പൊന്നു മോളല്ലേ, ചെല്ല് കൊണ്ടേ കൊടുക്ക്. ഇത് കൊണ്ടു കൊടുക്കാൻ എനിക്ക് എന്താ വട്ടോ? മോളു എന്താ ഇത്? ബദാം മിൽക്ക്. ആ ഫൂളിന് കൊണ്ടു കൊടുക്കാൻ അച്ഛൻ തന്നയച്ചതാ. இந்த கட்டபொம்மனு கட்டம் காப்பி பெடாத்தண்டிக்கு பெதாம் மில்க் கொடுக்க வேண்டாம். இது சாப்பிட்டாலே அவனு சீத்த விசாரங்கள் வந்துடும். அதுக்காக இது மாமன் சாப்பிடாம். அவனு இது கொடுக்கு. இது குடிச்சவன் கறக்கட்ட தெண்டி. വേണ്ട മാമ, അപ്പൊ ഞാനൊരു സ്പെഷ്യൽ ടീ കൊടുക്കാം. அவனுக்கு ஸ்பெஷலா, இது பெசகா. கொஞ்சம் ஜாஸ்தியா. இது வித்யை பச்சைப்பால் சுடுபாலாக்கிடும் மொராஜி தேசாய் தன் வித்யை. பாலு மட்டும் கைகளிலே ஆத்தாயே. என்னடா இது? பதாம் மில்க். யாருக்கு? அந்த மலையாளத்தானு. എന്നിരുന്നാലും അവൻ നമ്മ ഗസ്റ്റ് അല്ലാമാ. அறிவு கட்ட முண்டம். அவன் கெட்ட கேட்டுக்கு பாதம் பால் கேக்குதா? இப்படி கொண்டா அப்படி. அம்மா நான் கெஞ்சி கேக்குறேம்மா, விழுகாதே விழுகாதம்மா, விழுகாதே அம்மா, விழுகாதம்மா. அது மொராஜி இருக்கம்மா, மொராஜி. அம்மா விழுகாதே. സ്വന്തം അമ്മയെ കഴുത്തേക്ക് കൊല്ലുന്ന. ஐயோ தாயே, விளக்கப்பட்ட தண்ணி நீ முழுவனாய் சாப்பிட்டில்லே தாயே. என்ன கண்ணு சொல்ற? ദാ കോഫി. ഞാൻ മൂഞ്ചിയിലിട്ട് അടിച്ചൊരു ബെഡ് കോഫിയാ. ഇവന് ഞാൻ ബ്ലഡ് കോഫി കൊടുക്കണം. അയ്യോ, ഒരു തുള്ളിയാ തരുന്നതാ. ആർത്തിക്കൊണ്ടോ பாத்து பாத்து குடுறா. என்ன கண்ணு மிக்ஸ் பண்றது? ஏலக்காயா, இஞ்சியா, குருமிளகா, போல்பியா, கோப்லானா சொல்லம்மா. சொல்ல லெஜ்ஜையா, லெஜ்ஜாவதியே. அம்மா வயிற்றுக்குள்ள புது சம்பந்தம் வருது. அம்மா அரபிக்கடல் இலகி வருந்தது மாதிரி இல்லம்மா, வந்தாச்சு. முருகனே, என்னோட போலீஸை பிடிக்காததினால் ஆதிர என்ன லவ் பண்ணலே. ஆனால் வரும் 2 நாளில் என் வயர் குறைஞ்சி போடி ஸ்டீல் போடி ஆக்கனே. ஆண்டவனே முருகா. குறைஞ்சு குறைஞ்சு கொஞ்சம் குறைஞ்சு. யாரா നീ? ശത്രുഘ്നൻ. ചക്കക്കുരു അല്ല, ശത്രുഘ്നൻ. അത് മനസ്സിലായി. മലയാളി എരപ്പാളി ഏതൊക്കെ കൊണ്ടുവന്ന നീ? അതെ, എടപ്പാളാണ് വീട്. എങ്ങനെ മനസ്സിലായി? അത് പാത്താലെ തെറിഞ്ഞ് ഏതൊക്കെ വന്നു നീ? ഞാൻ ശിവനെ ഒന്ന് കാണണം. ശിവൻ കോവിൽ ടൗണിൽ ഇருக்கு. ആ ശിവനല്ല, ശിവൻ എന്ന ആളെ കാണണം. അന്ത പേരിൽ ഒരാൾ ഇങ്ക ഇല്ലേ? പോടെ. ഉണ്ട്, കേരളത്തിൽ നിന്ന് വന്ന ശിവൻ. ഈ അഡ്രസ് ആണല്ലോ തന്നിരിക്കണേ. അന്ത സിവപ്പാളാ? സിവപ്പാളല്ല, വെളുത്ത ആള്. അത് തന്നെ ചൊല്ലിയത്. അയ്യോ, അവൻ പേര് ശിവനാ? ആ. അപ്പ അർജുൻ? അതവന്റെ ശത്രു. അപ്പൊ ശിവൻ? അർജുന്റെ ആജീവനാന്ത ശത്രു. അപ്പൊ ഇങ്ക തകിയത് ശിവൻ. അവൻ അർജുൻ അല്ലേ? അല്ല. വേഗം കഴിക്കും മോനെ, എന്നിട്ട് വേണം മുട്ടയും പാലും കഴിക്കാൻ. അപ്പോഴത്തേക്ക് ഞാനൊരു ചെത്തി വെക്കാം. മച്ചാ, ഇത് ആരെന്ന് തെരയുമാ? ആരാത്? എടാ അളിയാ, എടാ തിണ്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ?
അങ്കിൾ ഇതെന്റെ ഫ്രണ്ട് ശത്രു. ഫ്രണ്ട് ശത്രുവാണോ? അല്ലല്ല, പേര് ശത്രുഘ്നൻ. അത് കറക്റ്റ് താനേ കറക്റ്റ് ആണല്ലോ, ആ, correct. സംശയമില്ലല്ലോ. ഇല്ല. ആ, അത് മതി. മച്ചാ ആ. പക്ഷെ ഈ പുട്ട് കുത്തി കേട്ടുന്നവൻ അർജുൻ അല്ല, ശിവനാണ്, ശിവൻ. അയ്യോ ഇവൻ അർജുൻ തന്നെ. ഞാൻ ഇവനല്ല ഉദ്ദേശിച്ചത്. ഇവന്റെ കൂട്ടുകാരനാണല്ലോ ശിവൻ. ശിവന്റെ കൂട്ടുകാരനാണ് ഇവൻ. ഇവന്റെയും ശിവന്റെയും കൂട്ടുകാരനാണ് ഞാൻ. ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആണ്. അത് പോയി சொல்லாதடா. சொல்லு யார் இவன்? അർജുൻ. എടാ പാണ്ടി, നീ ഒരു ശബ്ദം കേട്ടാ? ഒരു സിന്ന സൗണ്ട് ഞാൻ കേട്ടേൻ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന് തരിപ്പണമായ ശബ്ദമാണ് കേട്ടത്. എടാ കാളെ പെറ്റുമെന്ന് കരുതി കുട്ടി എടുക്കാൻ പോവോ? അത് കയറെടുക്കരുന്നല്ലേ മച്ചാ. കേട്ടിക്കളെ ഞാൻ. എടാ ശവമേ, ഇത്രയും കളിമണ്ണ് നിന്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കട്ടബൊമ്മൻ ഫാമിലിക്ക് ഒരു ഓട്ട് കമ്പനി തുടങ്ങാമായിരുന്നില്ലേ? மச்சா அந்த ஓட்டு கம்பெனி இனாகுரேஷன் பண்றதுக்கு முதலமைச்சர் ஜெயலலிதா கூப்பிட எப்படி இருக்கும்? ദേ, ദേ, ഇതൊന്ന് പിടിച്ചേ. ആ. കുത്തിച്ചാക നീ. പോടാ അവിടുന്ന്. ആ, 1.5 രൂപ പോയി. ശത്രുട്ടി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? അതിപ്പോ അങ്കിള് പറഞ്ഞു വിടുന്നവരാ. മതി, 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 മതി. മിടുക്കൻ. ഇങ്ങനെ വേണം ഫ്രണ്ട്സ്. നീയും കൂടി ഉണ്ടെങ്കിൽ എന്റെ ചില പദ്ധതികളൊക്കെ വളരെ എളുപ്പം നടക്കും. ദേ ഇത് കഴിക്കും. അത് കഴിഞ്ഞ് 4 മുട്ട കഴിച്ചോ. அம்மா என்னடா அம்மா எங்க என்னடா ஓ, ஒரு பிஸ்கட். ஐயோ ராமன் லங்கக்கு போகும்போது ஹனுமான் உதவி செஞ்ச மாதிரி அந்த மலையாளத்துக்காரன் பையனுக்கு துணையாயிட்டு இனி ஒருத்தன் வந்திருக்கு. இன்னொருத்த வந்திருக்கானா? ஆமா. எதுக்குடா? நம்ம ஆதரைய காதலுக்கு ஒத்தாசை பண்ணால் மச்சான் தான் வர வச்சிருக்கேன். அறிவு கட்ட முண்டோ என் பேத்திய காதலிக்கிறதுக்கு எவனோ வரானே, அவ உன்னை விரும்புற மாதிரி நீ எதுவும் பண்ண மாட்டியா? அது ரெடி ஆயிட்டாம ஞாபகம் வந்திருக்குது. அம்மாவுக்கு ஒரு மலையாளத்தான் நடனம் தெரியுமா? ஜெயன். அடி செருப்பால ஏன் எதுக்கே மலையாளத்துல பேசுறியா? அதல்லம்மா, அவனொரு பெண்ணினை வீழ்த்திய பெரிய புத்தி இருக்கு. 5 நிமிஷத்துக்கு அப்புறம் அம்மா ஆதராவும் கூட்டி நம்ம குதிரால பக்கத்துக்கு வாங்கோ. பாக்கி அப்புறம் பேசலாம். மாமனை பாத்தியா? அவனும் அவன் தோளும் கட்டபொம்மன் பரம்பரை இல்ல? ஐயோ வீரபாணி, നീ എന്നെ എങ്ങോട്ടി കൊണ്ടുപോകണം? എടാ, നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? പാർവതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തിന്? നീ അർജുനെ കണ്ട കൊല്ലുന്ന അവളുടെ പേടി. എന്താ ഇവിടുത്തെ ചുറ്റിക്കളി? ആകെ പരുങ്ങുന്ന കണ്ടപ്പോ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. എന്താണതൊക്കെ? ഒക്കെ പറയാം. കൊടൈക്കനാലിൽ സുഖവാസം, അതും അച്യുതൻ മുതലാളുടെ മകൻ അർജുനന്റെ വേഷം കിട്ടി. നീ ചില്ലറക്കാരനല്ലല്ലോടാ മോനെ. അച്ഛൻ മലയാളി നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാട് എനിക്കേ അറിയൂ. എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ. ചതിയനാടാ അവൻ. കോടേ കണ്ണപ്പന്റെ സ്വത്തും മോളെയും തട്ടിയെടുക്കാൻ അവൻ എത്തുമ്പോ എനിക്കവനെ പൊക്കണം. എങ്കിൽ പിന്നെ ടൈം പാസിന് ഒരു കൊച്ചു കാര്യം കൂടി അങ്ങോട്ട് ചെയ്തൂടെ? എന്ത് കാര്യം? എടാ, ലോകത്തിൽ ഒരു അച്ഛനും ആവശ്യപ്പെടാത്ത കാര്യല്ലേ കണ്ണപ്പ മുതലാളി നിന്നോട് ആവശ്യപ്പെട്ടത്? അതിന് അതങ്ങോട്ട് സാധിച്ചു കൊടുക്കടാ. എന്ന് വെച്ചാ ഒരു മഞ്ഞുമലയിലെ പ്രണയം. ഏയ്, അതൊന്നും ശരിയാവില്ല. അവളൊരു വിളഞ്ഞ വിത്താ. അപ്പൊ പഴുക്കാൻ എളുപ്പായി. നീ തുടങ്ങിക്കടാ. ഒടുവില് വേണ്ടാന്ന് തോന്നിയാ വിട്ടുകളഞ്ഞിട്ട് പോയിക്കൂടെ? അത് മാത്രമല്ല, മറ്റവൻ ജയിലിൽ നിന്ന് വന്ന് കണ്ണപ്പ മുതലാളിയുടെ മോളെ ലൈനടിക്കാൻ തുടങ്ങിയാൽ അവൾ അവനെ ചെരുപ്പൂരി അടിക്കണം. അത് നടക്കുവോ? അതിന് അവളുടെ മനസ്സിൽ നീ കൂടുകൂട്ടണം. പെണ്ണിനൊരു ഇഷ്ടം തോന്നാൻ ഒരു കൊച്ചു കാര്യം മതി. ഇഷ്ടം അങ്ങോട്ട് തോന്നിയാലോ പിന്നെ വിട്ടുപോകത്തൂല. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അത് അബദ്ധമായി പോയി, അത് പോട്ടെ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഐഡിയ ബെസ്റ്റ്. നാളെ മുതൽ അവളെ കോളേജിൽ കൊണ്ടുപോയി വിടുന്ന കാര്യം അർജുൻ. അവൾക്ക് വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് കാണുമ്പോ ഒരു സിമ്പതി വീഴും. അതുമ്പോ പിടിച്ചു കയറണം. ഓക്കെ ഓക്കെ. പക്ഷെ പെണ്ണ് വളയണ ടൈപ്പ് ആണോ? അത് പെണ്ണിന്റെ തന്തയോട് തന്നെ ചോദിക്കണമല്ലടാ. മിണ്ടായിരിക്കടാ, ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കണത്. ഇനി അവൻ ഈ ഡോറ് തുറന്നാ ഫുട്ബോൾ പോലെ തെറിക്കുന്ന കാണാം. എന്തിനാ ആ പാവത്തിന്റെ കൈകാലം ഓടിക്കുന്നത്? പാവം, ഇപ്പൊ അഭ്യാസം എന്റെ അടുത്തായി. അവൻ കോളേജ് വരും അത്രേ. ആംബുലൻസിലായിരിക്കും ഇനി വരാൻ പോകുന്നേ. ഇനി നീ വിളിച്ചോ. അർജുൻ സാറേ, ആതിരമോൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ
അവള് വഴിക്ക് വന്നു, നീ ചെല്ല്. ആദ്യം ഏത് അവനെ കൂപ്പിടണം? டேய், ഏ எங்க போற? വിളിച്ചു யாரு? ആതിര. ஆதிர கூப்பிட்டா போவதுக்கு நான் இருக்கு. இந்த முறை மாமன் நீ அந்த வேலைக்காரி கூப்பிட்டா மட்டும் போனா போதும். ஆதிரா ഉണ്ടക്കണ്ണൻ.